ഏവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയെ കേന്ദ്രീകരിച്ച് ലളിതമായ ചില ആശയങ്ങൾ, സമകാലീന പ്രസക്തമായത് തന്നെ ഏവരുമായി പങ്കിടുവാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ യേശു പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രസ്താവന എല്ലാവരെയും ബാധിക്കുന്നതല്ല. യേശുവിനെ അനുഗമിക്കുവാൻ മനസ്സുള്ളവരെ മാത്രം ബാധിക്കുന്നതാണ്. രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികളുണ്ട്. ഒന്ന്, ഒരു കൂട്ടത്തിൽ അംഗത്വം പ്രാപിച്ച്, ഒരു കൂട്ടായ്മയിൽ അംഗത്വം പ്രാപിച്ച്, ഒരു സഭയിൽ അംഗത്വം പ്രാപിച്ച് അത് മാത്രം മതി, അതിനപ്പുറത്ത് എനിക്കൊന്നും അറിയണ്ട. സഭ നിഷ്കർഷിക്കുന്ന ചില ക്രിയകൾ, കർമ്മങ്ങൾ, താരിപ്പുകൾ, നടത്തിപ്പുകൾ അത് നിർവഹിക്കുന്നതാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആൽഫയും ഒമേഗയും എന്ന് കരുതുന്നത്. എന്നാൽ അതല്ലാതെ മറ്റൊരു സമീപനമുണ്ട്. അതായത്, ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ സീറോ മലബാർ സഭയിൽ ഉള്ള ഒരു പുരോഹിതനായ അജി പുതിയാമ്പറമ്പിൽ സഭയുമായി അല്പം ടെൻഷനിലാണ്. അതിൻ്റെ കാരണം, പുരോഹിതനായ അദ്ദേഹം പറയുന്നു, എനിക്ക് യേശുവിൻ്റെ ശിഷ്യനായി യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന പൗരോഹിത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രവാചക ദൗത്യം, അതിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് എൻ്റെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം എന്ന് പറയുമ്പോൾ സഭ അതിനെ വലിയ ഒരു മറുതലിപ്പായി കാണുകയും അദ്ദേഹത്തിനെതിരെ ശിക്ഷണ നടപടി നടത്തുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടതാണ്, നമ്മുടെ അറിവിലുള്ളതാണ്. അപ്പോൾ ഫാദർ അജി പുതിയാമ്പറമ്പൽ യേശുവിൻ്റെ ശിഷ്യനാകാൻ താല്പര്യപ്പെടുന്നു. സഭ പറയുന്നു, അത് ഒരു വല്ലാത്ത അധിക കളിയാണ്, അത് അപകടമാണ്, അത് പാടില്ല, അതിനുള്ള അവകാശം ഒരു വിധത്തിലും അനുവദിക്കാൻ പാടില്ല. മറ്റുള്ള വിശ്വാസികളെ പോലെ നീ സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് നിൻ്റെ കളി കളിച്ചാൽ മതി, ഞാൻ അപ്പുറത്തോട്ട് പോയാൽ എൻ്റെ മുട്ട് ഞങ്ങൾ തല്ലി ഒടിക്കും എന്ന ഒരു വളരെ മിതമായ ഒരു നിലപാടാണ് സീറോ മലബാർ സഭ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ വിചാരണ ചെയ്യാനായി ഒരു കോടതിയുമൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ നാം മനസ്സിലാക്കേണ്ട രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ യേശു ഇവിടെ നടത്തുന്ന പ്രസ്താവന ഫാദർ അജി പുതിയാമ്പറമ്പിനെ പോലെയും പിന്നെ ഈ ടെമ്പിൾ ഓഫ് തോട്ട്സിൽ പങ്കെടുക്കുന്ന അനേക വിശ്വാസികളെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. യേശുവിനെ അനുഗമിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് മാത്രമാണ് തൽക്കാലം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. 2 വാക്കുകൾ മാത്രം. സ്വയം ത്യജിച്ച്. ആവർത്തിക്കട്ടെ, സ്വയം ത്യജിച്ച്. അപ്പോൾ സ്വയത്തെ ത്യജിക്കുക. നമ്മളിൽ എത്ര പേർ ഈ 2 വാക്കുകൾ കൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയില്ല. പക്ഷേ ഭൂരിപക്ഷം ആളുകളും അതിനെപ്പറ്റി ഒരിക്കലെങ്കിലും ഗൗനിച്ച് കാണും എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണ് എൻ്റെ സങ്കല്പം, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നിങ്ങളോടൊപ്പം ചിന്തിക്കുന്നത് നമുക്ക് പ്രയോജകീഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരുമിച്ചുള്ള ചിന്ത ആരംഭിക്കാം. സ്വയത്തെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ സ്വയം എന്ന ആശയം? അതിന് പലവിധമായ വിവക്ഷകളുണ്ട്. മനഃശാസ്ത്രത്തിലുണ്ട്, തത്വശാസ്ത്രത്തിലുണ്ട്, ദാർശനികതയിലുണ്ട്, പിന്നെ ചരിത്രബോധത്തിലുണ്ട്, നരവംശാസ്ത്രത്തിലുണ്ട്, അങ്ങനെ മറ്റും. അതിലെല്ലാം നാം അന്വേഷിച്ച് പരന്ന് നടന്നാൽ നമ്മുടെ വഴി തെറ്റിപ്പോകും. അതുകൊണ്ട് വേണ്ട.
ഏറ്റവും ലളിതമായ എല്ലാവരുടെയും മനസ്സിലുള്ള ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും എന്നൊക്കെ പ്രതീകാത്മകമായി പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു തട്ടത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്യാം. സ്വയം എന്ന ആശയം കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയാണ്. നാം ഇപ്പോൾ ആരായിരിക്കുന്നു. അപ്പോൾ നാം ഇപ്പോൾ ആരായിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ അനുഭവങ്ങളുടെ ആകത്തുക, നമ്മൾ സമ്പാദിച്ച അറിവിൻ്റെ ആകത്തുക, ഇതിൽ കൂടെ മാത്രവുമല്ല നമ്മുടെ പരിശീലനത്തിൽ കൂടെ, മതപരമായ പരിശീലനത്തിൽ കൂടെ ജനിച്ചപ്പോൾ മുതലേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്ന സങ്കല്പങ്ങൾ, അതങ്ങനെയാണ്, അതിങ്ങനെ മാത്രമാണ്, മറ്റേതാണ്, മറിച്ചേതാണ്, ഇങ്ങനെയുള്ള ഒരു 1000 10,000 സങ്കല്പങ്ങൾ. ഇതൊക്കെ നാം വിശ്വാസമെന്ന് പറഞ്ഞ് അള്ളിപ്പിടിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്വയം എന്ന ആശയത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതിനോട് അള്ളിപ്പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സങ്കല്പം, അതെത്രയും തെറ്റാണെങ്കിലും, എത്രമാത്രം ബുദ്ധിമോശമാണെങ്കിലും, എത്രമാത്രം യുക്തിക്ക് എതിരാണെങ്കിലും, അതേതെങ്കിലും ഒരു സങ്കല്പത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ വേണ്ട, അതങ്ങനെ തന്നെയാണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ നമുക്ക് ആകെപ്പാടെ ഒരു വിറയലും ഒരു അങ്കലാപ്പും ഒരു രോഷവും ഒരു കോപവും ഒരു ജ്വരവും ഒക്കെ വരും. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ സ്വയത്തെ മുട്ടുസൂചി കൊണ്ട് കുത്തുന്നതിന് സമാനമാണത്. ഇത് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ വേറിട്ട ചിന്തകൾ ഏവരുമായി പങ്കിടുമ്പോൾ ഇങ്ങനെയുള്ള പലവിധമായ കരുതലുകളും ഭീതികളും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ വെളിപ്പെടുത്താറില്ല. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ സമ്മതിച്ചു കൊള്ളട്ടെ, ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും ക്ലേശകരമായ കാര്യം ഒരു മനുഷ്യജീവിയുടെ ചിന്താരീതിയെ അല്ലെങ്കിൽ ഒരു വ്യക്തി വെച്ച് പുലർത്തുന്ന സങ്കല്പങ്ങൾക്ക് വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് എന്നെനിക്കറിയാം. എന്നിട്ടും ഞാൻ ഈ ദൗത്യത്തിന് പുറപ്പെടുന്നതിൻ്റെ കാര്യം മനുഷ്യൻ്റെ അടിമത്വം അവൻ വെച്ച് പുലർത്തുന്ന സങ്കല്പങ്ങളിലാണ് വേരുറച്ച് നിൽക്കുന്നത് എന്ന് അറിയുന്നതും കൂടാണ്. അതുകൊണ്ടാണ് മനുഷ്യജാതിയെ അടിമത്വത്തിൽ നിന്ന് വിടുവിപ്പാനായി കടന്നു വന്ന നസ്രയനായ യേശു അവരെ വിടുവിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ഉപാധി പഠിപ്പീരാണ്, ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. എന്താണ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവരന്ന് വരെയും വെച്ചു പുലർത്തിയ സങ്കല്പങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കുന്നതിന് അവരെ ഹേമിക്കുകയാണ്, സഹായിക്കുകയാണ്, അതിന് ഉതകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ഇതാണ് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നാം ഒരാശയം അവതരിപ്പിച്ചാൽ ചിലർക്ക് എന്തുകൊണ്ടാണ് വളരെ ശക്തമായി തിരിച്ചടിക്കുന്നത് പോലെ പ്രതികരിക്കും. പലപ്പോഴും നാം പറയുന്ന കാര്യങ്ങളല്ല മറ്റുള്ളവർ കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. നാം ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്, അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവർ അത് മനസ്സിലാക്കി സ്വീകരിച്ചാൽ എനിക്ക് തട്ടുകേട് വരും, അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനത്തിന് കോട്ടം വരും എന്ന ഭീതിയിൽ വാളുമെടുത്തൊരൊറ്റ ചാട്ടമാണ് ഭൂരിപക്ഷം. ഞാനിപ്പോൾ അരനൂറ്റാണ്ടോളം പബ്ലിക് ലൈഫിൽ സെക്യുലർ മതേതര സാഹചര്യത്തിലും മതത്തിൻ്റെ ഉള്ളിലുമൊക്കെ വേണ്ടതുപോലെ അധ്വാനിച്ചതുകൊണ്ട് പല കാര്യങ്ങളും അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ദ സ്റ്റേറ്റ്സ്മാൻ എന്ന ന്യൂസ് പേപ്പറിൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നു. അതിനെ പ്രതികരിച്ച് എന്നെ വളരെ ചീത്ത വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ ഒരു എഴുത്ത് വന്നു. ആ എഴുത്തിൽ R.S. സക്സേന എന്നാണ് എഴുതിയ ആളിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും അത് തന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒന്ന് വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്.
അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ ചാരനാണ്, വീരനാണ്, ശൂരനാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ആശയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ ഒന്ന് വന്ന് കണ്ടാൽ കൊള്ളാം. പറഞ്ഞു ഇല്ലല്ലോ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. അപ്പോൾ ഇന്ന ദിവസം അപ്പോൾ സമ്മതിച്ചു. പക്ഷേ എന്തുകൊണ്ടോ എനിക്കന്ന് അത്യാവശ്യമായിട്ട് കേരളത്തിൽ വരണമായിരുന്നു. അന്ന് ഞാൻ നാഷണൽ കമ്മീഷനിൽ ജോലി ചെയ്യുന്ന സമയമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിക്കുകയും അവിടെയുള്ള വിദ്യാഭ്യാസപരമായ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ചുമതല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരാനായിട്ട് ഞാൻ കൊടുത്ത ഡേറ്റിൽ എനിക്ക് അവിടെ ഉണ്ടാകാനത്തില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോവുകയാണ്, വന്നവിടെ കാണാം. അപ്പോൾ ഞാൻ വന്ന ഉടനെ ഉടനെ വന്നു. ഇദ്ദേഹം എൻ്റെ വീട്ടിൽ കയറി വന്നപ്പോൾ എൻ്റെ ചങ്ക് പൊളിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ്റെ തോളിൽ കൈവിട്ട് പിടിച്ചാണ് വരുന്നത്. നടക്കാൻ വയ്യ. 76 വയസ്സുള്ള മനുഷ്യൻ ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൊണ്ട് കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം RSSൻ്റെ ഒരു ഉജ്ജ്വല വക്താവും ഒരു ക്യാമ്പ് ഫോളോവറുമായതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ചുമതല RSSൻ്റെ ഒരു പ്രവർത്തന രീതി അവരോരോ എഴുത്തുകാരെയും പ്രത്യേകമായി കൈകാര്യം ചെയ്യുന്നതിന് ചില വ്യക്തികളെ അവരുടെ ജോലി ഈ ഒറ്റ ഒരു എഴുത്തുകാരനെ മാത്രം ശ്രദ്ധിക്കുക, അയാൾ എഴുതുന്നതിനുമൊക്കെ അയാളെ ആശയങ്ങളെ മുഴുവനും തടയിടുക. ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ്? ഞാൻ നിങ്ങൾ എഴുതിയ ലേഖനം ഒന്നുകൂടെ വായിച്ചു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിച്ച ആശയമല്ല എനിക്ക് ആദ്യം മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രതികരിച്ചത്. അങ്ങനെ അനേക അനുഭവങ്ങൾ എനിക്കുണ്ട്. ആ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്, നാം എല്ലാവരും എന്താണ് മനസ്സിലാക്കേണ്ടത്? പൊതുരംഗത്ത് പലപ്പോഴും പലരും പ്രതികരിക്കുന്നത് നമ്മുടെ ആശയത്തിൻ്റെ ആ പരിശുദ്ധി മനസ്സിലാക്കിയിട്ടല്ല, അവരുടെ ഭീതിയുടെ ഭീകരത അനുസരിച്ചാണ് ഈ കാണാപ്പാഠം വായിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം, ഇപ്പോഴുള്ള ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള ചിന്തകൾ അധികം താമസിയാതെ ഞാൻ ഉപസംഹരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 3-4 ദിവസങ്ങൾക്ക് മുൻപ് വേദപുസ്തകം അതിൽ തന്നെ ദൈവവചനമല്ല പിന്നെയോ ഈ പ്രിൻ്റ് ചെയ്ത് നാം ഉപയോഗിക്കുന്ന ഈ വേദപുസ്തകം അതിൻ്റെ മഹത്തായ ആത്മീയ ആശയങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ കൂടെ പ്രയോഗിക്കപ്പെട്ട് അതിൻ്റെ ഫലഭൂഷ്ടി മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ മാത്രമേ അത് വചനമായി ലോകം അറിയുകയുള്ളൂ എന്ന ആശയമാണ് ഞാൻ അവതരിപ്പിച്ചത്. അതിനോട് വളരെ കലുഷ്യമായി പ്രതികരിച്ചുകൊണ്ട് ബാബു ജോൺ വട്ടമല എന്ന സ്നേഹിതൻ ലണ്ടനിൽ നിന്ന് പ്രതികരിച്ച 2 സുദീർഘമായ വീഡിയോകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒന്നിൽ മാത്രം ആശ്രയിക്കുന്ന ചില കാര്യങ്ങൾ ഒരു ഇലസ്ട്രേഷൻ എന്ന രൂപത്തിൽ മാത്രം ഞാൻ അദ്ദേഹത്തോട് ഒരു വിവാദത്തിന് തുനിയുകയോ അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് മുഴുവൻ സമർത്ഥിക്കുകയോ ഒന്നുമല്ല ഉദ്ദേശം. അദ്ദേഹം പറയുന്ന കാര്യങ്ങളോടുള്ള എൻ്റെ ചെറിയ വിയോജിപ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന അദ്ദേഹം തെറ്റിപ്പോയതൊന്നും സ്ഥാപിക്കാനല്ല. ഞാനീ പറയുന്ന ആശയം ഈ സ്വയത്തിൻ്റെ പരിമിതി എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഉദാഹരണം ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഞാൻ വേദപുസ്തകത്തെ അപലപിച്ചു, ഞാൻ വേദപുസ്തകം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഞാൻ അങ്ങനെ ശ്രമം നടത്തിയിട്ടേയില്ല. ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല വേദപുസ്തകം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് പ്രിൻറ്റഡ് ബൈബിൾ അതിൽ തന്നെ ദൈവവചനമല്ല. കാരണം അതിനകത്ത് പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾ കിങ് ജെയിംസസ് വേർഷൻ എടുത്താൽ ആധികാരികമായി ഇംഗ്ലണ്ടിലെ എല്ലാ ദേവാലയങ്ങളിലും വായിക്കണം എന്ന് കൽപ്പിച്ച് കിങ് ജെയിംസ് അതിൻ്റെ അധികാരമുദ്രയോടുകൂടെ പബ്ലിഷ് ചെയ്യപ്പെട്ട 1611 കണ്ടാണെന്നാണ് എൻ്റെ വിചാരം. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അധികാരം കാണിക്കുന്ന എഴുത്തുകളുണ്ട്, മുഖവുരകളുണ്ട്. അത് ദൈവവചനമാണ്. അങ്ങനെയല്ല. യേശുവിൻ്റെ പഠിപ്പീരുകൾ, പഴയ നിയമത്തിൽ പോലുമുള്ള ദൈവികമായ വെളിപ്പെടുത്തലുകൾ അവ പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എന്താണ് അതവിടെ ഉള്ളതുകൊണ്ട് എന്താണ് വ്യത്യാസം? അത് ലോകത്തിൽ
ദൈവത്തിൻ്റെ വചനമായി ഇൻകാർണേറ്റ് ചെയ്യണം. അതെങ്ങനെയാകും? വിശ്വാസിയിൽ കൂടെ മാത്രമേ ആകുകയുള്ളൂ. അതാണ് എൻ്റെ തീസിസ്, എൻ്റെ ആശയം അതാണ്. ഞാനതിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ വേദപുസ്തകം ഒരു മാന്ത്രിക പുസ്തകം പോലെ നാം ഇങ്ങനെ അവിടെ വെക്കുന്നു, അത് വെച്ചാൽ പിശാച് അടുക്കുകയില്ല, അല്ലെ പനി വരികയില്ല എന്നുള്ള അന്ധവിശ്വാസത്തിലേക്ക് നാം പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഈ ആശയം അവതരിപ്പിച്ചതെന്ന് സതുദ്ദേശമുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു മോണോലിത്താണ്. ഈ മോണോലിത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പലക കഷ്ണത്തിലാണ് ഇത് മുഴുവനും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരംശം തെറ്റിയാൽ മുഴുവനും തെറ്റാണ് എന്ന് ബാബു ജോൺ എന്ന് പറയുന്ന ഈ ലണ്ടനിൽ താമസിക്കുന്ന ഈ മഹൽ വ്യക്തി പറഞ്ഞാൽ അതിനേക്കാൾ അപകടകരമായൊരു പ്രസ്താവന നമുക്ക് നടത്തുവാൻ സാധ്യമല്ല. ഇപ്പോൾ ലോത്തിൻ്റെ പെൺമക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ ശയിച്ചു, അവർക്ക് മക്കളുണ്ടായി. അത് ദൈവവചനമായിട്ട് ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? നിങ്ങളൊന്ന് പറയും. യഹൂദ ജനം തിരിച്ച് കനാൻ ദേശത്ത് വന്നപ്പോൾ അവിടെയുള്ളവരെല്ലാം കൊന്നൊടുക്കാൻ ദൈവം അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ദൈവവചനമാണെന്ന് ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഹാഗാറിനെ അവൻ്റെ മകനെയും കൊണ്ട് മരുഭൂമിയിൽ തള്ളാൻ പറഞ്ഞു. അത് ദൈവവചനമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ്? അതുകൊണ്ട് അത് ദൈവവചനമാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ ഹാഗാർ അവൻ്റെ മകനെയും കൊണ്ട് മരുഭൂമിയെ കൊണ്ട് അബ്രഹാം തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആത്മീയ വർധനമാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് അവിടെ എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഈ പറയുന്ന ബാബു ജോൺ വട്ടമലയ്ക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഇത് നാം എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ഞാൻ മറ്റുള്ള അനേക ഉദാഹരണങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. പോയാൽ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു പോകും. അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ ലോഗോസ് എന്ന പദത്തെ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വെളിപ്പെടുത്തലായി ഞാൻ ചിത്രീകരിച്ചു. അത് തെറ്റാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ലോഗോസ് ദൈവത്തിൻ്റെ വചനമാണെന്നാണ് നാം ധരിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ഒന്നുകൂടെ കേട്ടാൽ മനസ്സിലാകും. ഞാൻ ഒരു കുറഞ്ഞ പക്ഷം 100 തിയോളജിക്കൽ വർക്ക്സിലെങ്കിലും ഇത് തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെസ്റ്റേൺ തിയോളജി കൊണ്ടുവന്ന മണ്ടത്തരമാണ് എന്ന് പറയുന്നുണ്ട്. ആയിരിക്കാം. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു വാക്യം, അവിടെ ഗ്രീക്ക് ഭാഷയിൽ വചനം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്ന് ഒന്ന് മാത്രം നോക്കിയാൽ മതി. അത് ലോഗോസ് എന്നാണോ അല്ലയോ എന്ന് നിങ്ങൾ പരിശോധിച്ചാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ലോഗോസ് എന്ന വാക്കിന് ആകെ ഒറ്റ അർത്ഥമേ ഉള്ളൂ. അതെന്താണ്? യേശുവിന് മുൻപ് 600 വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ഹെരാക്ലീറ്റസ് എന്ന് പറഞ്ഞൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു. ഹെരാക്ലീറ്റസ് എന്ന് പറഞ്ഞൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചത് യേശുവിന് 600 വർഷങ്ങൾക്ക് മുമ്പല്ല, 500 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അതൊരു വിഷയമല്ല, അതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട. ഈ ഹെരാക്ലീറ്റസ് ആകപ്പാടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നാണ് ധാരണ. പക്ഷേ ആ പുസ്തകം ഇന്ന് ലഭ്യമല്ല, അത് എന്നേ മണ്ണടിഞ്ഞു പോയി. പിന്നെ അദ്ദേഹം പറഞ്ഞു എന്ന മറ്റുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതിൽ അദ്ദേഹം പറയും, ഞാൻ ഹെറാക്ലിറ്റസിനെ പറ്റിയുള്ള 2 വാക്യം 1-2 സെൻറ്റൻസുകളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ എൻ്റെ സഹോദരനായ ബാബു ജോൺ വട്ടമല പറയുന്നത്, ഈ ഹെറാക്ലിറ്റസ് മാത്രമേ ലോഗോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അവിടെ അതിൻ്റെ അർത്ഥം അതെന്താണെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ചോദിക്കത്തില്ലേ? അത് മാത്രമാണോ ഇത്? അതെന്താണെന്ന് എൻ്റെ അർത്ഥം. ഗ്രീക്ക് ഫിലോസഫിയിൽ ലോഗോസ് എന്ന വാക്കിന് 2 അർത്ഥം കൊടുക്കുന്നുണ്ട്. വിസ്ഡം എന്നും റീസൺ വിത്ത് ക്യാപിറ്റൽ R. അത് ദൈവത്തിന് സമമായി നിൽക്കുന്നതാണ് ഈ റീസൺ വിത്ത് ക്യാപിറ്റൽ R. അപ്പോൾ ഈ യുക്തി അല്ലെങ്കിൽ റീസൺ യുക്തി മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം, പ്രത്യേകിച്ച് ഹെറാക്ലിറ്റസിൻ്റെ ചിന്തയിൽ എന്താണ്? ഈ ലോകത്തിലുള്ള എല്ലാം എങ്ങനെയാണ് പരസ്പര പൂരിതമായി നിലകൊള്ളുന്നത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത. എവരിതിങ് ഇൻ ദ വേൾഡ് കോഹിയേഴ്സ്. ഇതുള്ള ബന്ധം എന്താണ്? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് ഈ ലോകത്തിൻ്റെ ഓർഡർ, ഇതെല്ലാം എത്രയോ മനോഹരമായി താളത്തിലും ലയത്തിലും ശ്രുതിയിലും ഇങ്ങനെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഇതിൻ്റെ മനോഹാരിത, ഇത് അത്ഭുതകരമാണ് എന്ന് നിരന്തരം അത്ഭുതത്തോടുകൂടി ചിന്തിച്ച ഒരു ചിന്തകനായിരുന്നു ഹെറാക്ലീറ്റസ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതാണ് എന്ന് വീണ്ടും
ഇങ്ങനെയുള്ളവർ പ്രതികരിക്കാതിരിക്കേണ്ട എൻ്റെ 2 വാചകം ഞാൻ വായിക്കാൻ പോവുകയാണ്. ഹെറാക്ലീറ്റസ് കംപ്ലെയിൻഡ് that most people fail to comprehend logos. ഹെറാക്ലീറ്റസിനൊരു പരാതിയുണ്ട്. എന്തായിരുന്നു? ലോകത്തിലുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഈ ലോഗോസ് എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ഒരു ബോധവുമില്ല. എന്താണ്? അദ്ദേഹം ലോഗോസ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് വിതിൻ ബ്രാക്കറ്റ് ഗ്രീക്ക് ലോഗോസ് മീൻസ് റീസൺ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റീസൺ, ദ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ത്രൂ വിച്ച് all things are interrelated and all natural events occur and thus lived like dreams with a false view of the world. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഏതോ സ്വപ്ന ലോകത്തിൽ മനുഷ്യൻ ഇങ്ങനെ ഊടാടി നടക്കുകയാണ്, അവരവരുടേതായ സങ്കല്പ ലോകത്തിൽ. ബാഹ്യലോകത്തിൻ്റെ പരസ്പരമായ ഈ ഒരു ബന്ധത്തെയും അതിലടങ്ങിയിരിക്കുന്ന ലോ ആൻഡ് ഓർഡർ ആൻഡ് ഹാർമണി, ഇൻ്റർ റിലേഷൻഷിപ്പ്, കോംപ്ലിമെൻറ്റാരിറ്റി, the beautiful and unfading organization of things, ഇതൊന്നും മനസ്സിലാക്കാതെ ഓരോ വ്യക്തികളും അവരവരുടെ കാൽപ്പനിക ലോകത്തിൽ ഇങ്ങനെ ഊടാടി നടക്കുകയാണെന്നാണ് ഹെറാക്ലീറ്റസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. പിന്നെ അതേ എ സിഗ്നിഫിക്കൻറ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് എ ലോഗോസ് അക്കോർഡിംഗ് ടു ഹിം ഈസ് ദി അണ്ടർലൈങ് കണക്ഷൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ്സ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വാസ്തവത്തിൽ അവയെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന അന്തർലീനമായൊരു തത്വമുണ്ട്, അതാണ് ലോഗോസ്. അതിനാണ് ഇദ്ദേഹം പറയുന്നത് അതെന്താണെന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നതാണ് ലോഗോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ ലണ്ടനിൽ നിന്ന് പറയുന്നതായതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും അതിനോട് വിയോജിക്കാൻ സാധ്യമല്ല. കാരണം ഇപ്പോഴും ക്രിസ്ത്യാനിക്ക് സായിപ്പെന്ന് പറഞ്ഞാൽ കവാത്ത് മറക്കും. പോട്ടെ, അത് മറ്റൊരു വിഷയം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാനിങ്ങനെ തെറ്റുകളിരുന്ന് വിളിച്ചു പറയുന്നത്, പ്രത്യേകിച്ച് ദൈവവചനത്തെ ഇങ്ങനെ വക്രീകരിക്കുന്നതിൻ്റെ കാര്യം, എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നില്ല. എൻ്റെ അർത്ഥം സാത്താനാണ് എന്നെക്കൊണ്ടത് പറയിക്കുന്നതാണെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയാണ്. എനിക്കതിനകത്ത് യാതൊരു പരാതിയുമില്ല. കാരണം ഞാൻ സാത്താനെ പറ്റിയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, പോട്ടെ, കൂടുതലായിട്ട് അങ്ങോട്ട് പോകും. ഞാൻ പല കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് പോകുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അപ്പം ഞാനിത് ഇതൊരു ഉദാഹരണമായിട്ട് മാത്രമാണ് സൂചിപ്പിച്ചതെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഉദാഹരണം? ഇത് എന്തിൻ്റെ ഉദാഹരണമാണ്? ഇപ്പോൾ ബാബു ജോൺ വട്ടമല എന്ന് പറയുന്ന വളരെ പാണ്ഡിത്യം നിറഞ്ഞ ഒരു ചിന്തകനും ഗാംഭീര്യമുള്ള എഴുത്തുകാരനും, അദ്ദേഹം ദീർഘകാലമായി വായിച്ച് ഗ്രഹിച്ചു വച്ചിരിക്കുന്ന, ആർജിച്ചു വച്ചിരിക്കുന്ന ചില സങ്കല്പങ്ങളുണ്ട്. എൻ്റെ അവസ്ഥ അത് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിലൊന്ന് തൊടുമ്പോൾ എൻ്റെ സ്വയത്തെ ചോദ്യം ചെയ്തു. ഇപ്പം ഞാൻ വേദപുസ്തകത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതല്ല ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പരാതി. ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം വെച്ചു പുലർത്തുന്ന സങ്കല്പങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായൊരു സാധ്യത ജനങ്ങളുമായി പങ്കിട്ടപ്പോൾ അദ്ദേഹത്തിന് നേരെയുള്ളൊരു അറ്റാക്കായിട്ടേ അദ്ദേഹം മനസ്സിലാക്കത്തുള്ളൂ. അതിൻ്റെ പേരാണ് സ്വയം. അപ്പോൾ ഈ സ്വയത്തെ ത്യജിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. സ്വയത്തെ ത്യജിക്കേണ്ട ആവശ്യം എന്താണ്? ഈ സ്വയത്തെ ത്യജിച്ചില്ല എങ്കിൽ, അഥവാ നാം സ്വയത്തിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ആധിപത്യത്തിൽ മാത്രം കിടന്നാൽ നമ്മൾ ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കുകയില്ല. സ്വയം നമ്മുടെ കാരാഗ്രഹമായി തീരും. പുതിയ സത്യങ്ങളെ, പുതിയ അറിവുകളെ, പുതിയ വെളിപ്പെടുത്തലുകളെ നമുക്കൊരിക്കലും സ്വീകരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ് യഹൂദ മതത്തിൻ്റെ രക്ഷകരായിരുന്ന പ്രബുദ്ധരായ ആളുകൾ, നല്ല ഉദ്ദേശമുള്ള ആളുകൾ, ഇപ്പോൾ നിക്കോദീമോസിനെ പോലെയുള്ള ആളുകളെക്കാൾ ഒട്ടും മേന്മയുള്ളവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് എൻ്റെ വിശ്വാസം, അവർ പോലും യേശു എന്ന ഈ പുതിയ വെളിച്ചം വന്നപ്പോൾ അതിനോട് വളരെ നെഗറ്റീവായിട്ട്, വളരെ പരുഷമായിട്ട്, മാരകമായിട്ട് പ്രതികരിച്ച് എന്താണ്? അവരെല്ലാം അതിനെ അനുഭവിച്ചത് അവരുടെ സ്വയത്തോടുള്ള ഒരു അക്രമമായിട്ടാണ്. ഇതൊരു മതപരമായ വിഷയമായിട്ടല്ല നാം മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ സ്വയത്തോട് കാണിക്കുന്ന അക്രമം.
ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സഭയെപ്പറ്റി, നിങ്ങൾക്കറിയാം മാർത്തോമാ സഭയുടെ പൂർവ്വ മെത്രാപ്പോലീത്ത മരിച്ചപ്പോൾ അദ്ദേഹത്തെ ഇരുത്തി എന്തിനാണ് അടക്കുന്നതെന്ന് ഞാൻ അറിയാനായിട്ട് ചോദിച്ചപ്പോൾ ഭയങ്കരമായ റിയാക്ഷൻ ഉണ്ടായി. കാരണം ഓരോ മാർത്തോമാ വിശ്വാസിയും കരുതിയത് ഞാൻ അവരെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കിയത്. കാരണം അതുവരെയുള്ള ധാരണയിൽ നിന്ന് മുൻപോട്ട് പോകേണ്ടി വന്നാലോ അത് മരണതുല്യമാണ്. എന്നെ കൊല്ലുന്നത്, ആടെന്നെ കൊല്ലുന്നേ, ആണ് തമ്പുസാർ എന്നെ കൊല്ലുന്നേ എന്ന് വിളിച്ച് പറയുന്നതിന് തുല്യമാണ്. വളരെ ശക്തമായിട്ട് എനിക്കെതിരെ ഒരു വലിയ അക്രമം അഴിച്ചുവിട്ടു. ഞാൻ മാർത്തോമാ സഭയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നാണ് ഇപ്പോഴുമുള്ള പ്രചരണം. ഒരു വർഷം 2-3 കഴിഞ്ഞേ ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചതേ ഉള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിച്ചാൽ മാറ്റങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അതിന് പകരം മാറ്റം സ്വീകരിക്കുന്നതിന് പകരം കൊട്ടുവഴുകൊണ്ട് ഒരൊറ്റ അടി. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ടാണ് യേശു നിങ്ങൾ സ്വയം ത്യജിക്കണം എന്ന് പറയുന്നത്. കാരണം സ്വയം ത്യജിക്കാതെ അല്ലെങ്കിൽ സ്വയത്തെ ത്യജിക്കാതെ ആർക്കും യേശുവിനെ അനുഗമിപ്പാൻ സാധ്യമല്ല. കാരണം എന്താണ്? യേശു പറഞ്ഞു, ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ആക്കി വയ്ക്കരുത്. ഇതൊരു പുതിയതാണ്, പഴയ നിയമത്തിൽ കണ്ട കാര്യമല്ല. ഇപ്പോൾ ബാബു ജോൺ വട്ടമല ലണ്ടനിൽ കിടന്ന് എത്ര പറഞ്ഞാലും യേശുവിനോട് അദ്ദേഹം ചോദിച്ചാൽ യേശു പറയും, ബാബു ജോൺ എന്നോട് കോപിക്കരുത്, പക്ഷേ പഴയത് ആവർത്തിക്കാനല്ല ഞാൻ വന്നത്. ഇത് മോണോലിത്തൊന്നുമല്ല, ഇത് മോണോലിസായി ഒന്നുമല്ല. ഇത് ഒരു പുതിയ ദർശനം, ഒരു പുതിയ അറിവ്. ദൈവരാജ്യം എന്ന് പറയുന്ന സങ്കല്പം ദൈവത്തെ തന്നെ വ്യത്യസ്തമായി മനസ്സിലാക്കാനുള്ളൊരു ആഹ്വാനമായിട്ടാണ്. ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണെന്ന് ലോകത്തിലാരും അതിന് മുമ്പ് പറഞ്ഞിട്ടില്ല. യേശു അവതരിപ്പിച്ചത് മുഴുവനും പഴയ നിയമത്തിൽ നിന്ന് ഒത്തിരി മുൻപോട്ട് പോയിട്ടാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞൊരു പുതിയ നിയമം ഞാൻ നിനക്ക് തരുന്നു. ആ പുതിയ നിയമത്തിൻ്റെ മുമ്പ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ പുതിയ ഈ ബാബു ജോൺ വട്ടമലൊക്കെ ആരും പറയരുത്. കാരണം ഇത് മോണോലിത്താണെന്ന് അദ്ദേഹം പറയുന്നത്. ഒരൊറ്റ പലകയിൽ എഴുതി, പഴയ നിയമത്തിലെഴുതി അതുപോലെ ആവർത്തിച്ചാണ് പുതിയ നിയമത്തിലിട്ട് വന്നിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഇതിൻ്റെയൊക്കെ അടിത്തറയിൽ വർത്തിക്കുന്നത് സ്വയം എന്നൊരാശയമാണ്. ആ സ്വയത്തിന് പല മുഖങ്ങളുണ്ട്. ഒന്ന്, വ്യക്തിപരമായ എൻ്റെ സ്വയം. 2, ഞാനൊരു പ്രത്യേകമായ തിയോളജിക്കൽ സ്കൂളിൽ ചേർന്നു, അതിൻ്റെ സ്വയം. ഞാൻ ഇന്ന ഡിനോമിനേഷണൽ ചർച്ചിൻ്റെ അംഗമാണ്, അതിൻ്റെ സ്വയം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അത് ഒരു കളക്റ്റീവ് സെൽഫ് എന്നാണ് പറയുന്നത്. കളക്റ്റീവ് സെൽഫ് എന്ന് പറയുന്നത്. ഞാനൊരു ഇന്ത്യനാണ്, അത് മറ്റൊരു സ്വയം. അപ്പോൾ ഞാൻ വെളിയിലായിരിക്കുമ്പോൾ, ഭാരതത്തിന് വെളിയിലായിരിക്കുമ്പോൾ ആരെങ്കിലും ഭാരതത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എൻ്റെ ചോര തിളയ്ക്കും. എന്നാൽ ഞാൻ ഭാരതത്തിനകത്തായിരിക്കുമ്പോൾ അത് കേട്ടാൽ എനിക്കൊന്നും വരില്ല. അതാണ് അതിനകത്തെ രസം. ഇതെല്ലാം സ്വയത്തിൻ്റെ പ്രക്രിയകളാണ്. അപ്പോൾ ഇത്രമാത്രം ഞാൻ തൽക്കാലം പറഞ്ഞു നിർത്താൻ പോവുകയാണ്. ഈ സ്വയം എന്ന് പറയുന്ന തത്വം നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ മാത്രം കുറ്റിയടിച്ച് അവിടെ കെട്ടിയിടുന്ന പരിപാടിയാണ്. 1 ഇഞ്ച് മുൻപോട്ട് പോകാൻ ഇത് നമ്മളെ സഹായിക്കുകയില്ല, അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ, ഈ കുരുക്കിൽ നിന്ന് വിമോചനം പ്രാപിക്കാതെ എൻ്റെ അനുയായിയായി എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മുൻപോട്ട് പോകാമെന്നല്ലേ അർത്ഥം. അവിടെ തീരുന്നാണോ അനുഗമിക്കുക? അല്ലല്ലോ, മുൻപോട്ട് പോകല്ലേ അനുഗമിക്കുക. അപ്പോൾ യേശുവിൻ്റെ അനുഗാമിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വയത്തെ ത്യജിക്കണം. ഇതിന് മറ്റ് പല അർത്ഥതലങ്ങളുണ്ട്. നമുക്കറിയാം, യേശുവിൻ്റെ ഓരോ പ്രസ്താവനകൾക്കും അനേക അർത്ഥതലങ്ങളുണ്ട്. എല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായ മറ്റൊരു വീഡിയോ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ അതിൽ ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും യേശുവിൻ്റെ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വളരെ കൂലങ്കഷമായി, വളരെ എന്താണ് പറയുന്നത്, മൈന്യൂട്ടായി, വളരെ ആഴത്തിൽ നാം ഗ്രഹിക്കേണ്ട വലിയൊരു ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകാൻ ആവശ്യമുണ്ട് എന്ന് പരാമർശിക്കുന്ന എല്ലാ പഠിപ്പീരുകളെയും നാം അവഗണിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇരിക്കുന്നിടത്ത് ചിരൽപ്പുറ്റായിട്ട് അങ്ങനെ ഇരുന്ന് എങ്ങനെയുള്ള സ്വർഗത്തിലോട്ട് നിരങ്ങിക്കയറാനുള്ള താല്പര്യമാണ് ഭൂരിപക്ഷം ആൾക്കുമുള്ളത്. പക്ഷേ അത് വലിയ മാരകമായ മണ്ടത്തരമാണ്. മനുഷ്യനെ ആകപ്പാടെ നശിപ്പിക്കാൻ ഈ ഒരൊറ്റ
ഒരൊറ്റ മനസ്ഥിതി മതി എന്ന ഒരു വലിയ ചിന്താഭാരത്തിലാണ് ഞാൻ ഇങ്ങനെയുള്ള ആശയങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ദൈവം സൽബുദ്ധി നൽകട്ടെ.